പിള്ളേരെയൊക്കെ ചെറുതിലേ തന്നെ ഞങ്ങൾ ആശാട്ടിയമ്മ എന്ന് പറയുന്ന ഓമനാമ്മച്ചിയുടെ അടുത്താണ് പിള്ളേരെയൊക്കെ അക്ഷരം പഠിപ്പിക്കാൻ ചേർത്തിട്ടുള്ളത്. പിള്ളേർക്കൊക്കെ നല്ലൊരു ഇഷ്ടമാണ് അമ്മച്ചിയുടെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ. പിള്ളേരുടെ കൈ പിടിച്ച് എഴുതിക്കുന്ന ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ട് അമ്മച്ചി കുട്ടികളെ പഠിപ്പിക്കണതാണ്. ഒത്തിരി അറിവുകൾ അതിലൂടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അമ്മച്ചി അതേ നല്ലൊരു കലാവാസനയുള്ള അമ്മച്ചിയാണ് ഇവിടെ പിള്ളേർക്ക് ഈ മാതൃക കാണിച്ചു കൊടുക്കുന്നത്. ഗ ന പ ത യേ ന മ. ഞാൻ പഠിപ്പിക്കുന്നത് നിലത്തെഴുത്ത് കളരിയാണ്. നിലത്തെഴുത്ത് കളരി എന്ന് പറഞ്ഞാൽ ഹരിശ്രീ മുതൽ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും എല്ലാം ഈ പനയോലയിൽ എഴുതി പഠിപ്പിക്കുകയാണ്. അവരെ നിലത്ത് എഴുതിച്ചിട്ട് ഞാൻ പനയോലയിൽ അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് അത് നോക്കി അവരെ കൊണ്ട് എഴുതിച്ച് പഠിപ്പിക്കുകയാണ്. ധാരാളം പ്ലേ സ്കൂളുകളും അംഗൻവാടികളും എല്ലാം ഉണ്ടെങ്കിലും ഈ നിലത്തെഴുത്ത് കളരിയിൽ കൊണ്ടുവരാൻ ഈ പെരുമ്പളത്തുള്ള എല്ലാ രക്ഷിതാക്കളും അവർക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ വാത്തികാട് മുതലുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ബോട്ടിനും ഓട്ടോ വിളിച്ചും ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി പഠിപ്പിച്ചു പോണുണ്ട്. എൻ്റെ മോൻ ഇവിടെയാണ് പഠിച്ചത്. അക്ഷരം പഠിച്ച് അവൻ സർക്കാർ ജോലി കിട്ടി. എൻ്റെ പേരക്കുട്ടി ഇവിടെ അക്ഷരം പഠിക്കാൻ വന്നു. ഏ ഏ ഐ ഓ ഓ ഔ അം ആ. ഈ പ്രദേശത്തുള്ളവരെല്ലാം നിലത്തെഴുത്ത് പഠിച്ചു പോയി വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ കരസ്ഥമാക്കിയാണ് അവരല്ല. ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം അവര് ഇതുകൊണ്ട് മാത്രമല്ലല്ലോ പഠിക്കണത്. ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ നേടിയെടുത്ത് നന്നായവരാണ്. ഇത് അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു ഗുരുവാണ്. ഇന്നും ആ സ്ഥാനം എനിക്കുണ്ട്. കാ ഇഖ ഗ. എൻ്റെ പേര് ഇമയ. ഞാനിവിടെ അമ്മച്ചീൻ്റെ അടുത്ത് പഠിച്ചതാണ്. അമ്മച്ചി ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളൊക്കെ ഞാൻ അമ്മച്ചീൻ്റെ അടുത്ത് നിന്നാണ് നന്നായിട്ട് പഠിച്ചത്. 68-ലാണ് എന്നെ ഇവിടെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. അന്ന് കെട്ടുവള്ളത്തിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് തെക്കേ ജെട്ടി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടുന്ന് നടന്ന് ഇവിടെ വന്നു. എന്നെ ഈ വിദ്യാഭ്യാസ രീതി പഠിപ്പിച്ച എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഗുരു. എൻ്റെ അമ്മയും അന്ന് മുതലേ എൻ്റെ വീട്ടിൽ നിലത്തെഴുത്ത് കളരി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് കണ്ടു വളർന്നതാണ്. എൻ്റെ അച്ഛൻ തന്ന നാരായാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇതിലെഴുതി പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയുമാണ് എൻ്റെ ആദ്യ ഗുരു. ഞങ്ങൾ നിലത്തെഴുത്ത് കളരി നടത്തുന്നവരായിരുന്നു. അതൊരു കുലത്തൊഴിലായിരുന്നു ഞങ്ങളുടെ. ഏ ഐ ഇതാണ് പനയോല. ഈ പനയോല ഞങ്ങളുടെ കാവിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ്. അത് വെട്ടി ഉണക്കി ഇതുപോലെ വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അടുക്കി കെട്ടി ആക്കിയിട്ടാണ് ഇത് ഓല ഇതുപോലെ കെട്ടുന്നത്. ഓല ഇതുപോലെ കെട്ടി ഈ ഓലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര നാൾ കഴിഞ്ഞാലും അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അപ്പൂപ്പന്മാരായാലും ഈ ഓല ഇരിക്കും.